Hi everyone. +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1-ലെ എക്സാമ്പിൾ 4 ആൻഡ് എക്സാമ്പിൾ 5 ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എക്സാമ്പിൾ 4, റൈറ്റ് ദ സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6, 6/7 ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് റോസ്റ്റർ ഫോമിലാണ്. അതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. സെറ്റ് ബിൽഡർ ഫോമിൻ്റെ പ്രത്യേകത എന്താ? അതിലത്തെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന രീതിയാണ് സെറ്റ് ബിൽഡർ ഫോം. തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആദ്യത്തെ എലമെൻറ്റ് 1/2. ഇവിടെ ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ 2 ആണ്. അതായത് ന്യൂമറേറ്ററിനേക്കാളും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. ഇനി അടുത്ത എലമെന്റ് നോക്കാം, 2/3. 2/3 നോക്കൂ, ന്യൂമറേറ്റർ 2 ഡിനോമിനേറ്റർ 3. അതായത് ന്യൂമറേറ്ററിനേക്കാളും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. നെക്സ്റ്റ് എലമെന്റ് 3/4. ഇവിടെ അതെ ന്യൂമറേറ്ററിനേക്കാളും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. അങ്ങനെ 6/7 വരെയുള്ള എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിനേക്കാളും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഈ സെറ്റിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത നമുക്ക് എങ്ങനെ പറയാം? ന്യൂമറേറ്റർ n ആണെങ്കിൽ ഡിനോമിനേറ്റർ n-നേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതണം. ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതാന്നുള്ളത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സിന്റെ പ്രത്യേകത എന്താ? എക്സ് ഇസ് ഈക്വൽ ടു, ഇതിലുള്ള എലമെന്റ്സ് n/n+1 മോഡലാണ്. എന്നിൻ്റെ പ്രത്യേകത നമുക്ക് പറയണം. n എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ഈ വാല്യൂസ് ആണ് എടുക്കുന്നത്. അതായത് n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n ഈസ് എ നാച്ചുറൽ നമ്പർ. n എടുക്കുന്ന വാല്യൂസ് 1 മുതൽ 6 വരെയാണ്. അതിൽ നമുക്ക് മാത്സിൻ്റെ ഭാഷയിൽ എങ്ങനെ എഴുതാൻ നോക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് n എടുക്കുന്ന വാല്യൂസ് 1ഉം 1-നേക്കാൾ വലുതും ആയ വാല്യൂസ് n എടുക്കുന്നുണ്ട്. അതുപോലെ എന്ത് 6 എന്നുള്ള വാല്യൂ എടുക്കുന്നുണ്ട്, 6-നേക്കാൾ താഴെയുള്ള വാല്യൂസും എടുക്കുന്നുണ്ട്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് n എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n/n+1 where n is a natural number 1 less than or equal to n less than or equal to 6. നമുക്കിനി എക്സാമ്പിൾ 5 എന്താന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് പാർട്ടിൽ കുറച്ച് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട് റോസ്റ്റർ ഫോമിൽ. റൈറ്റ് സൈഡിൽ കുറച്ച് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു 4 സെറ്റ് കൊടുത്തിട്ടുണ്ട് സെറ്റ് ബിൽഡർ ഫോമിൽ. ഓരോ റോസ്റ്റർ ഫോമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം നമുക്ക് മാച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Set of all x such that x is a positive integer and is a divisor of 18. ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് എഴുതി നോക്കാം. 18ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 18ന്റെ ഡിവൈസേഴ്സ് 1, 2, 3, 6, 9, 18 നമ്പേഴ്സാണ് 18ന്റെ ഡിവൈസേഴ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുന്നത് കേളി ബ്രേക്കറ്റിൻ്റെ ഉള്ളിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഇതാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18 എന്ന് പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോം. ഈ എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇത് 18ന്റെ ഡിവൈസർ ആണ്. അപ്പോൾ ജസ്റ്റ് ടു എ. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 0. x square minus 9 is equal to 0. x square is equal to 9. x equal to root over 9. എക്സിൻ്റെ വാല്യൂസ് ഒന്നില്ലെങ്കിൽ -3 അല്ലെങ്കിൽ എക്സ് 3 ആയിരിക്കും. അപ്പോൾ ഇതിനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുക? ഈ സൊല്യൂഷൻ സെറ്റിനെ -3. അപ്പോൾ ബിക്ക് മാച്ച് ആയിട്ട് വരുന്നത് 4th ഓപ്ഷനാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. ഈ സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1, അതിനെ എക്സ് ഈക്വൽ ടു 1 മൈനസ് 1 നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ വരുന്നത് 0 ആണ്. അപ്പം ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതി കഴിഞ്ഞാൽ സെറ്റ് 0 എന്ന് വരും. അപ്പോൾ സിക്ക് മാച്ച് ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. Set of all x such that x is a letter of the word principal. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? P, R, I, N, C, A, L. അപ്പോൾ
അതിന് റോസ്റ്റർ ഫോമിലോട്ട് എഴുതുമ്പോൾ സെറ്റ് PRINCAL. അപ്പോൾ ഓപ്ഷൻ ഡി.